ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസായിട്ട് മറ്റ് കൗൺസിലിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ ഗോഡ് എക്സ്പീരിയൻസ് നമ്മുടെ ഈ ഒരു പ്രൊഫഷനിൽ നമ്മളെ വളരെ കാര്യമായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു തിയറിക്കും അപ്പുറം, സൈക്കോളജിക്കൽ തിയറിക്കും അപ്പുറം ഈ പറഞ്ഞ പോലെ ഒരു തമ്പുരാനെ നമ്മൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് നമുക്ക് കർത്താവിനെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ഈ സൈക്കോളജിയൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ അത് പഠിക്കാൻ ശ്രമിക്കുന്നതൊക്കെ പിന്നീടാണ്. അതായത് ഞാൻ വിവാഹത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ ആരംഭിക്കുന്നത് പറയാം. ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം സോണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു BEd ഒക്കെ എടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ടാണ്. BEd MEd ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് സൈക്കോളജിയോട് ഒരു ഇഷ്ടമൊക്കെ തുടങ്ങി, അല്ലെ അതൊക്കെ പഠിച്ചത് ഈ ബൈബിള് വായിച്ചതിന് ശേഷവും അല്ലെങ്കിൽ തമ്പുരാനെ അനുഭവിച്ചറിഞ്ഞതിന് ശേഷവും ആയതിന് ഞാൻ ഇപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഈ വായിക്കുന്ന സാധനങ്ങൾക്കെല്ലാം ഉപരിയായി ഇതിൽ പറഞ്ഞതിനേക്കാളും മേലെ ഈ ബൈബിളിലുണ്ട് എന്ന് നമുക്ക് കുറച്ചും കൂടെ കൺവിക്ഷൻ കിട്ടിയത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ബൈബിളിൽ പറയാത്തതൊന്നും, ദൈവവചനത്തിലില്ലാത്തതൊന്നും ഈ പറയുന്ന ആരും ഇനി പറയുന്നുമില്ല, പറയാനൊട്ട് പോകുന്നുമില്ല എന്നുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ എനിക്കുണ്ട്.